നമസ്കാരം. മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായി നടത്തിയ തിരച്ചിലിൽ നിർണായക വഴിത്തിരിവ്. കർണാടകയിലെ ഷിരൂരിലെ ഗംഗാവലി നദിയിൽ ഒരു ട്രക്ക് കിടക്കുന്ന സ്ഥലം കണ്ടെത്തിയതായി കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ബൈരഗൌഡ പറഞ്ഞു. എക്സിലെ പോസ്റ്റിലൂടെയാണ് മന്ത്രിയുടെ നിർണായക വെളിപ്പെടുത്തൽ. ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ച് ട്രക്ക് ഉടൻ പുറത്തെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു. ലോറിയിൽ കെട്ടുന്ന വടത്തിന് സമാനമായ കയറും കണ്ടെത്തിയിട്ടുണ്ട്. ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലിനിടെയാണ് ഇത് കണ്ടെത്തിയത്. ഇത് അർജുന്റെ ലോറിയുടേതാണ് എന്ന സംശയത്തിലാണ് രക്ഷാപ്രവർത്തകർ. ഇതോടെ പ്രദേശത്തുള്ള മണ്ണ് നീക്കുന്നത് തുടങ്ങിയിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ അപകട സ്ഥലത്തേക്ക് എത്തി. ഷിരൂർ പുഴയിലാണ് ലോഹവസ്തു കണ്ടെത്തിയത്. അതേസമയം ലോറിയിൽ തടി കെട്ടാൻ ഉപയോഗിക്കുന്ന വെളുത്ത നിറമുള്ള കയറും കണ്ടെത്തിയിരുന്നു. ഇതും അർജുന്റെ ലോറിയുടേതാകാം എന്ന് സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മണ്ണ് നീക്ക പരിശോധന നടത്തുന്നത്. അതേസമയം ലോറി കണ്ടെത്തിയതിന് ഇതുവരെ കൃത്യമായ സ്ഥിരീകരണമില്ല എന്ന് സംഭവ സ്ഥലത്തുള്ള മഞ്ചേശ്വരം MLA KM അഷ്റഫ് പറഞ്ഞു. എന്നാൽ രക്ഷാപ്രവർത്തകരുടെയും ഉദ്യോഗസ്ഥരുടെയും പ്രതികരണങ്ങളിൽ നിന്നും പതിവിൽ നിന്ന് വിപരീതമായ ചില ആത്മവിശ്വാസം തനിക്ക് തോന്നിയതായും അഷ്റഫ് പ്രതികരിച്ചു. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ തയ്യാറെടുപ്പുകളോടെയാണ് ഇന്ന് തിരച്ചിൽ ആരംഭിച്ചിട്ടുള്ളത്. രാവിലെ കർണാടക ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ എന്നെയും പങ്കെടുപ്പിച്ചിരുന്നു. അവരുടെ സംസാരത്തിൽ ആത്മവിശ്വാസമുണ്ട്. എല്ലാവരും ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് തന്നെയാണ് പരിശോധന നടത്തുന്നത്. ദുരന്തം നടന്നതിനു ശേഷം ഇത്തരത്തിൽ ഇതാദ്യമായിട്ടാണ് എന്നും MLA കൂട്ടിച്ചേർത്തു. കൂറ്റൻ എക്സ്കവേറ്റർ ഉപയോഗിച്ച് പുഴക്കരയിലെ മണ്ണ് നീക്കു തുടങ്ങിയതോടെയാണ് രക്ഷാപ്രവർത്തനം വേഗത്തിലായത്. 61 അടി താഴ്ചയിൽ വരെ മണ്ണെടുക്കാൻ കഴിയുന്ന യന്ത്രമാണിത്. രാവിലെ എത്തേണ്ടതായിരുന്നുവെങ്കിലും എക്സ്കവേറ്റർ കൊണ്ടുവരുന്ന വാഹനം വഴിയിൽ തകരാറിലായതിനെ തുടർന്നാണ് വൈകിയത്. ഷിരൂരിൽ നിന്നും 80 കിലോമീറ്റർ അകലെ ഹുബ്ബള്ളി കാർവാർ പാതയിലാണ് എക്സ്കവേറ്റർ കുടുങ്ങിയത്. കൂടാതെ ഗംഗാവലി പുഴയിൽ ചെറു ബോട്ടുകൾ ഉപയോഗിച്ച് ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. ഷിരൂരിലെ അപകടത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വിശദീകരണം തേടിയിട്ടുണ്ട്. വിഷയം MK രാഘവൻ MP മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. കഴിഞ്ഞ 16-നാണ് അങ്കോലയിൽ മണ്ണിടിച്ചിലുണ്ടാവുന്നത്. ഡ്രൈവർമാർ ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും ലോറി നിർത്തുന്ന മേഖലയിലുണ്ടായ മണ്ണിടിച്ചിലിൽ 12 പേരാണ് മരണമടഞ്ഞത്. അപകടം നടന്ന വാഹനങ്ങൾ മണ്ണിനടിയിലായിട്ടും കാര്യമായ രക്ഷാപ്രവർത്തനം നടന്നില്ല. അർജുന്റെ തിരോധാനം സംബന്ധിച്ച വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ വെള്ളിയാഴ്ച കേരള മുഖ്യമന്ത്രി അടക്കമുള്ള ജനപ്രതിനിധികൾ കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ടതിനു ശേഷം മാത്രമാണ് രക്ഷാപ്രവർത്തനം ഊർജിതമായത്. ഇതിനിടെ അർജുന്റെ ലോറി പുഴയിലേക്ക് നിരങ്ങി വീഴുന്നത് കണ്ടു എന്ന നിർണായകമായ വിവരങ്ങൾ പുറത്തു വരികയുണ്ടായി. അതായത് 9-ാം നാൾ അർജുന് വേണ്ടി തിരച്ചിൽ തുടരുമ്പോഴാണ് ഷിരൂരിലെ കുന്നിന് സമീപം ദേശീയപാതയിൽ നിന്ന് അർജുന്റെ ലോറി പുഴയിലേക്ക് നിരങ്ങി വീഴുന്നത് കണ്ടു എന്നും പുഴയുടെ അരികിൽ തന്നെ ലോറി ഉണ്ടാവുമെന്നും ദൃക്സാക്ഷിയായ നാഗേഷ് ഗൌഡ പറഞ്ഞത്. ഷിരൂർ കുന്നിന് എതിർവശം ഉൾവര ഗ്രാമത്തിൽ നിന്ന് ഗംഗാവലി പുഴയിൽ ഒഴുകി വരുന്ന വിറക് ശേഖരിക്കാനെത്തിയ നാഗേഷ് ഗൌഡയാണ് ഇത്രയും നിർണായകമായ വിവരങ്ങൾ പങ്കുവച്ചത്. അതായത് നാഗേഷ് ഗൌഡ പറയുന്നത് ഇങ്ങനെയാണ്. പുഴക്കരയിൽ ഇരിക്കുകയായിരുന്നു നാഗേഷ് ഗൌഡ. കുന്നിൽ നിന്ന് ഇടിഞ്ഞു വീണ മണ്ണിനൊപ്പം മരത്തടി കയറ്റിയ ഒരു ലോറിയും പുഴയോരത്തേക്ക് നീങ്ങി വരുന്നത് കണ്ടു. ഇങ്ങനെ വന്ന ടൺ കണക്കിന് മണ്ണ് പുഴയുടെ തീരത്തുണ്ടായിരുന്ന ചായക്കടയെയാണ് ആദ്യം പുഴയിലേക്ക് തള്ളിയത്. പിന്നാലെയാണ് തടി കയറ്റിയ ഒരു ലോറി പുഴയിലേക്ക് വീഴുന്നത് കണ്ടത്. ഇതേസമയം കുന്നിന്റെ മുകളിൽ ഉണ്ടായിരുന്ന ഹൈ ടെൻഷൻ ഇലക്ട്രിക് പോസ്റ്റും പൊട്ടി താഴേക്ക് വരുന്നുണ്ടായിരുന്നു. ഈ ലൈൻ പുഴയിലേക്ക് വീണ ഉടനെ തന്നെ വെള്ളം പെട്ടെന്ന് സുനാമി പോലെ ഉയർന്ന് കരയിലേക്ക് ഇരച്ചു കയറി വീടുകൾ തകർത്തു. പിന്നീട് കുറെ മത്സ്യങ്ങളും ചത്ത നിലയിൽ കണ്ടെത്തി. കരയിലെ തെങ്ങുകളും നശിച്ചു. തീരത്തുണ്ടായിരുന്ന 4 കുട്ടികൾ ഓടി രക്ഷപ്പെട്ടുവെങ്കിലും പരിക്കേറ്റ് അവർ ആശുപത്രിയിലാണ് എന്നും നാഗേഷ് കൂട്ടിച്ചേർത്തു. ലോറിയുടെ പിറകുവശം ലോറിയിലെ വിറകും മാത്രമാണ് കണ്ടത് എന്നും മുൻഭാഗം കുന്നിന്റെ ഭാഗത്തേക്കായിരുന്നതിനാൽ ലോറിയുടെ നിറം ഏതാണ് എന്ന് മനസ്സിലായില്ല എന്നും നാഗേഷ് പറഞ്ഞു. തീരത്തെ കരിങ്കല്ലുകളും ഗ്രാമത്തിലെ വീടുകളിലേക്ക് തെറിച്ചു വീണു എന്നും നാഗേഷ് പറഞ്ഞിരുന്നു.